ചന്ദ്രശേഖരന്റെ കൊലപാതകത്തിനുള്ള ഫണ്ടിംഗ് നടത്തിയത് ഫയാസ് ആണെന്ന് സ്പെഷ്യൽ ഇൻവെസ്റ്റിഗേഷൻ തലവൻ എൻ ശങ്കർ റെഡ്ഡി കണ്ടെത്തിയിരുന്നതായി കെ രമ MLA. അന്നത്തെ ആഭ്യന്തരമന്ത്രി രമേശ് ചെന്നിത്തലയായിരുന്നു സ്പെഷ്യൽ ഇൻവെസ്റ്റിഗേഷനെ നിയോഗിച്ചത്. CBI അന്വേഷണം ആവശ്യപ്പെട്ട് സർക്കാർ കേന്ദ്രത്തിന് സമർപ്പിച്ച റിപ്പോർട്ടിൽ ഇക്കാര്യം പരാമർശിച്ചിരുന്നുവെന്നും കെ രമ ജനം TVയുടെ പ്രതിവാര അഭിമുഖ പരിപാടിയായ മറുപടിയിൽ പറഞ്ഞു. CPM-ൽ നിന്ന് പുറത്തുപോയ മനു തോമസിന്റെ വീടിന് മുന്നിൽ ഇന്നോവ എത്തുമോ എന്ന് ഭയപ്പെടുന്നതായും അവർ കൂട്ടിച്ചേർത്തു. 2014 ഫെബ്രുവരിയിൽ അന്നത്തെ മിനിസ്റ്റർ ഞാൻ തിരുവനന്തപുരത്തൊരു സമരം നടത്തിയത് താങ്കൾക്ക് ഓർമ്മയുണ്ടാവുമല്ലോ, നിരാഹാര സമരം. ആ സമരം നടത്തിയതിനു ശേഷം അന്നത്തെ ആഭ്യന്തര വകുപ്പ് മന്ത്രി ബഹുമാനപ്പെട്ട ചെന്നിത്തല സാർ അത് CBI അന്വേഷണത്തിന് വിട്ടിരുന്നു 2014 ഫെബ്രുവരിയിൽ. അന്ന് ശങ്കർ റെഡ്ഡിയുടെ എടച്ചേരി പോലീസിൽ രജിസ്റ്റർ ചെയ്ത ഒരു കേസാണ് സ്പെഷ്യൽ ഇൻവെസ്റ്റിഗേഷൻ ടീം ശങ്കർ റെഡ്ഡിയുടെ നേതൃത്വത്തിൽ അന്വേഷിച്ചത്. ആ അന്വേഷണത്തിന്റെ ഭാഗമായിട്ട് CBIക്ക് വിട്ടിട്ടുണ്ട്. പക്ഷെ CBI ഒരു മറുപടിയും തന്നിട്ടില്ല. 2014 വിട്ടതാണ്, 10 വർഷമായി. അപ്പോൾ സ്റ്റേറ്റ് ഗവൺമെന്റ് പിന്നീട് അതുമായിട്ട് ബന്ധപ്പെട്ടിട്ട് ഒരു നീക്കവും പിന്നീട് നടത്തില്ല. പിന്നീട് ഗവൺമെന്റ് മാറിയല്ലോ, ഗവൺമെന്റാണ് അത് പിന്നീട് പരിശോധിക്കേണ്ടത് ചെയ്തില്ല. ഇതിനകത്ത് ഫണ്ടിങ് ഫയാസ് എന്ന് പറയുന്ന ഒരു കള്ളക്കടത്ത് കോഴിക്കോട് ജയിലിൽ മോഹനെ സന്ദർശിച്ച് 1.5 മിനിറ്റ് ആ CCTV ദൃശ്യം നമ്മൾ കണ്ടതാണ്. ആ ഫയാസിന് ഇതിനകത്ത് ബന്ധമുണ്ടെന്നും ഫയാസാണ് ഇതിനകത്തെ മുഴുവൻ ഫണ്ടിങ്ങും എന്നുകൂടി ആ ശങ്കർ റെഡ്ഡിയുടെ നേതൃത്വത്തിലുള്ള അന്വേഷണ സംഘം കണ്ടെത്തിയിരുന്നു. അത് ഈ CBI റിപ്പോർട്ടിൽ പറയുന്നുണ്ട്. അന്വേഷിക്കാൻ വേണ്ടി ഇട്ട ഓർഡറിനകത്ത് അത് പറയുന്നുണ്ട്. ചെറിയ കാര്യമല്ല, അതുകൂടി അന്വേഷിക്കേണ്ട. പാർട്ടിയിൽ നിന്നും സ്വയം പുറത്തുപോയ പാർട്ടി കണ്ണൂർ ജില്ലാ മുൻ കമ്മിറ്റി അംഗം മനു തോമസും പറഞ്ഞിട്ടുണ്ട്, ലോഞ്ചിയത്തും എടയന്നൂരും നടന്നത് വിപ്ലവമല്ല വൈകൃതമാണെന്നുള്ളത്. ഇപ്പോൾ ഈ മനു തോമസിന് ഇനി TPയുടെ ഗതി വരുമോ? കാരണം അദ്ദേഹം പല വെളിപ്പെടുത്തലുകൾ നടത്തുന്നു. അല്ല, തീർച്ചയായിട്ടും എനിക്കത് കേട്ടതുമെന്നൊക്കെ എനിക്ക് ഉള്ളിൽ ശരിക്കും ഒരു ഭയമുണ്ട്. ചന്ദ്രശേഖരൻ ഇങ്ങനെയായിരുന്നു, ഒരു മരണത്തെ പോലും ഭയമില്ലാതെ വരട്ടെ എന്ന് വിചാരിച്ച് ആ പാർട്ടിയകത്ത് വെച്ചിരിക്കുന്ന നടന്നുകൊണ്ടിരിക്കുന്ന പ്രശ്നങ്ങളെ തുറന്നെതിർക്കുകയും പുറത്തു വന്ന് പാർട്ടി ഉണ്ടാക്കുകയും ചെയ്ത മനുഷ്യനാണ്. ഒരു വലിയ സംഘം ചന്ദ്രശേഖരൻ്റെ കൂടെ ഉണ്ടായിരുന്നു ഇഞ്ചിയത്ത്. എന്നിട്ടും ചന്ദ്രശേഖരന് ഈ അവസ്ഥയാണ് ഉണ്ടായത്. പക്ഷേ മനു തോമസ് എന്ന് പറയുന്ന ആ ചെറുപ്പക്കാരൻ, അദ്ദേഹം ഇതിനകത്ത് നിന്ന് കണ്ട് മടുത്ത അസ്വസ്ഥമായ ഒരുപാട് കാര്യങ്ങളാണ് ഇപ്പോൾ തുറന്ന് പറയുന്നത്. നമ്മളെയൊക്കെ ഞെട്ടിപ്പിക്കുന്നതാണ്. ഈ കൊലപാതകത്തെ സംബന്ധിച്ച് ഞാൻ വിചാരിക്കുന്ന ഒരുപാട് വിവരങ്ങൾ അദ്ദേഹത്തിൻ്റെ ഒക്കെ കയ്യിലുണ്ടാകും. കാരണം പാർട്ടിയിൽ ജില്ലാ കമ്മിറ്റി മെമ്പർ DYFന്റെ സെക്രട്ടറി ഒക്കെ ആയിരുന്ന് ഇതിനകത്തെല്ലാം അറിയുന്ന ഒരു വ്യക്തിയാണ്. എനിക്ക് തോന്നുന്നു ചന്ദ്രശേഖരനേക്കാളും ഉയർന്ന സ്ഥാനത്തെത്തിയ ആളാണ്. ചന്ദ്രശേഖരൻ ഒരിക്കലും ഏരിയ കമ്മിറ്റിക്ക് അപ്പുറത്തേക്ക് പോയിരുന്നില്ല. ഇദ്ദേഹം ജില്ലാ കമ്മിറ്റി ആയിരുന്നു, ചെറുപ്പക്കാരനാണ്. അപ്പോൾ അദ്ദേഹം അസ്വസ്ഥമായിട്ട് ഒരുപാട് കാര്യങ്ങൾ പറയുമ്പോൾ അത് വളരെ ഗൗരവത്തിൽ കാണേണ്ടതാണ്. അത് കാര്യമായിട്ട് അന്വേഷണം നടത്തേണ്ടതാണ്. അദ്ദേഹത്തിൻ്റെ ജീവന് തീർച്ചയായിട്ടും ഒരു ഭീഷണി. ഞാനൊരു ഇന്നോവ വീടിൻ്റെ ചുറ്റും ഇങ്ങനെ കറങ്ങുന്നു എന്ന് ഇന്നലെ രാത്രി പോലും ഞാനിങ്ങനെ ആലോചിക്കുകയായിരുന്നു. കാരണം ഇവരെന്തും ചെയ്യാൻ മടിക്കാത്ത ആളുകളാണ്. വിവരങ്ങൾ നൽകാൻ അനിൽ നമ്പ്യാർ ചേരുന്നുണ്ട്. ശ്രീ അനിൽ നമ്പ്യാർ, ഈ TP ചന്ദ്രശേഖരൻ വധക്കേസിലെ പ്രതികൾക്ക് ശിക്ഷ ഇളവ് നൽകാൻ ഉന്നത തലങ്ങളിൽ ഗൂഢാലോചന നടന്ന അതൊരു വിവാദമായ പശ്ചാത്തലത്തിലാണ് ജനം TVയിലൂടെ കെ രമ ഈ ഒരു വെളിപ്പെടുത്തൽ നടത്തിയിരിക്കുന്നത്. ഈ കൊലപാതകത്തിനുള്ള ഫണ്ടിംഗ് നടത്തിയത് ഫയാസ് ആണെന്ന് അന്നത്തെ സ്പെഷ്യൽ ഇൻവെസ്റ്റിഗേഷൻ തലവൻ എൻ ശങ്കർ റെഡ്ഡി കണ്ടെത്തിയിരുന്നു. മാത്രമല്ല CBI അന്വേഷണം ആവശ്യപ്പെട്ട് അന്നത്തെ സർക്കാർ കേന്ദ്രത്തിന് സമർപ്പിച്ച റിപ്പോർട്ടിൽ ഇക്കാര്യം പരാമർശിച്ചിരുന്നുവെന്നും കെ രമ നമ്മുടെ പ്രതിവാര അഭിമുഖ പരിപാടിയായ മറുപടിയിൽ പറഞ്ഞല്ലോ. എന്തൊക്കെ കാര്യങ്ങളാണ് കൂടുതലായും കെ രമ ഇതുമായി ബന്ധപ്പെട്ട് പറഞ്ഞത്? ലക്ഷ്മി പറഞ്ഞതുപോലെ വളരെ ഗുരുതരമായിട്ടുള്ള ഒരു വെളിപ്പെടുത്തൽ ആണ് കെ രമ MLAയുടെ ഭാഗത്തു നിന്ന് ഉണ്ടായിരിക്കുന്നത്. ആദ്യമായിട്ടാണ് ഇത്തരത്തിലൊരു വെളിപ്പെടുത്തൽ രമ നടത്തുന്നത്. അതായത് ഈ TP ചന്ദ്രശേഖരന്റെ കൊലപാതകം അത് കൃത്യമായിട്ട് ആസൂത്രണം ചെയ്തതാണ്. പാർട്ടി തലത്തിൽ പാർട്ടിയുടെ ഉന്നത നേതാക്കന്മാർ അറിഞ്ഞുകൊണ്ട് ആണ് ആ കൊലപാതകം നടത്തിയത് എന്നൊക്കെ വാർത്തകളിൽ നിറഞ്ഞു നിന്നിരുന്നു. അന്നും ഇതിന് ആരാണ് ഫണ്ട് ചെയ്തത്? കാരണം ഇത്രയും വാടക കൊലയാളികളെ രംഗത്തിറക്കിക്കൊണ്ടായിരുന്നു കൊലപാതകം, ഹീനമായിട്ടുള്ള കൊലപാതകം നടത്തിയത്. അന്ന് ഈ വാടക കൊലയാളികൾക്ക് ആര് പണം കൊടുത്തു? അത് പാർട്ടിയാണോ നൽകിയത്, അതോ പാർട്ടി ആശ്രയിക്കുന്ന മറ്റേതെങ്കിലും സ്രോതസ്സുകളാണോ പണം നൽകിയത് എന്നൊക്കെയുള്ള ചർച്ചകൾ നടന്നിരുന്നു. മാത്രമല്ല
അന്ന് അത് മാത്രമല്ല, അതിനുശേഷം ഇവർക്ക് നിയമപരമായിട്ടുള്ള എല്ലാ സഹായങ്ങളും നൽകുന്നതിനും വലിയ തുക ചെലവഴിച്ചിരുന്നു. കാരണം കേരളത്തിലെ തന്നെ സീനിയർ അഭിഭാഷകൻ, ക്രിമിനൽ അഭിഭാഷകൻ അഡ്വക്കേറ്റ് രാമൻ പിള്ളയെ പോലുള്ളവരെ ഇറക്കിയാണ് പോരാട്ടം നടത്തിയത്, നിയമ പോരാട്ടം നടത്തിയത്. ഇപ്പോൾ സുപ്രീം കോടതിയിലും പ്രതികൾ അപ്പീൽ പോയിരിക്കുകയാണ്. കാരണം ഹൈക്കോടതി അവർക്ക് ഇരട്ട ജീവപര്യന്തമാക്കി. അതിനെ ചോദ്യം ചെയ്തുകൊണ്ട് ഇപ്പോൾ സുപ്രീം കോടതി പോയിരിക്കുക. അപ്പൊ ഇതിനാവശ്യമായിട്ടുള്ള പണം പാർട്ടിയാണോ നൽകുന്നത്? പാർട്ടിക്ക് ഇവിടെ നിന്ന് ഈ പണം കിട്ടി എന്നുള്ളതാണ്. പാർട്ടി ഇപ്പോഴും പറയുന്നുണ്ട് ടി പി ചന്ദ്രശേഖരൻ കൊലപാതകം നടത്തിയത് പാർട്ടി അറിഞ്ഞുകൊണ്ടല്ല, പാർട്ടിക്ക് അതിൽ പങ്കില്ല എന്ന് പറയുന്നുണ്ടെങ്കിലും ഈ പാർട്ടിയുടെ ഉന്നതതല നേതാക്കളൊക്കെ ഈ പ്രതികളെ ജയിലിൽ സന്ദർശിച്ചിട്ടുണ്ട്. മാത്രമല്ല, ഇപ്പൊ നമുക്കറിയാവുന്നതുപോലെ ഇവർക്ക് റെമിഷൻ കൊടുക്കാൻ വേണ്ടി ഇപ്പൊ സർക്കാർ ഇടപെട്ടിരിക്കുന്നു. അതും പുറത്തു വന്നു, മാധ്യമങ്ങളാണ് പുറത്തു കൊണ്ടുവന്നത്. മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം ഫയാസിൽ എങ്ങനെ എത്തി നിൽക്കുന്നു എന്നുള്ളതാണ്. ഫയാസ് അറിയപ്പെടുന്ന ഒരു സ്വർണ്ണക്കടത്തുകാരനാണ്. ഈ ഫയാസ് ഇപ്പൊ ടി പി ചന്ദ്രശേഖരൻ കൊലക്കേസിലെ പ്രതികൾ കോഴിക്കോട് ജില്ലാ ജയിലിൽ ഉണ്ടായിരുന്ന സമയത്ത് ഫയാസ് അവരെ സന്ദർശിക്കാൻ എത്തിയിരുന്നു. ഒരു അറബിയുടെ വേഷമണിഞ്ഞ് ആ ദൃശ്യങ്ങളൊക്കെ പുറത്തു വന്നതാണ്, അന്ന് തന്നെ പുറത്തു വന്നതാണ്. അത് പി മോഹനൻ മാസ്റ്ററെ ഫയാസ് കാണുന്നു, ടി പി ചന്ദ്രശേഖരൻ കൊലക്കേസിലെ മറ്റു പ്രതികളെ ഫയാസ് കാണുന്നു. ആ കൂടിക്കാഴ്ച നീണ്ടുവന്നു. അതിന്റെ അടിസ്ഥാനത്തിലാണ് അന്ന് രമേശ് ചെന്നിത്തല ആഭ്യന്തര വകുപ്പ് കൈകാര്യം ചെയ്ത സമയത്ത് ഇതിനെക്കുറിച്ചൊക്കെ അന്വേഷിക്കാൻ ഒരു ഉന്നതതല സംഘത്തെ, പോലീസ് സംഘത്തെ നിയോഗിച്ചിരുന്നു. ഒരു സ്പെഷ്യൽ ഇൻവെസ്റ്റിഗേഷൻ ടീമിനെ നിയോഗിച്ചിരുന്നു. അന്നത്തെ ADGP ആയിരുന്ന N. ശങ്കർ റെഡ്ഡി ആയിരുന്നു അതിന്റെ തലവൻ. അദ്ദേഹത്തിന്റെ അന്വേഷണത്തിൽ കൃത്യമായി കണ്ടെത്തിയത്, അതായത് ഈ ഫയാസ് ഈ കൊലപാതകത്തിന് ഫണ്ടിങ് നടത്തി എന്നുള്ളതാണ്. ഞാൻ കൃത്യമായിട്ട് ആ റിപ്പോർട്ടിൽ പറഞ്ഞിരിക്കുന്നത് വായിക്കാം. The CCTV clippings of the jail and mobile phone call records of the accused would reveal that Sri Fayaz TK, the gold smuggler, who is currently undergoing preventive detention under the COFEPOSA. അന്ന് അയാൾ COFEPOSA പ്രകാരം തടവിലായിരുന്നു. And also having a crime case in CBI court had close links with the political leaders and the killer gang members before and after the incident. And that they might have used to see Fayaz TK as a financial source which needs a detailed probe both inside and outside Kerala as these operations extend beyond the state. അതായത് സംസ്ഥാനത്തിന് പുറത്ത് ഒരു ഓപ്പറേഷൻ നടത്തിയിട്ടുണ്ട്. കാരണം ഈ ഫണ്ട് ഇയാളാണ് പ്രൊവൈഡ് ചെയ്തതെന്ന് പറയുന്നു. അപ്പൊ അതുകൊണ്ട് തന്നെ സംസ്ഥാനത്തിന് പുറത്ത് ഇന്ത്യക്ക് വെളിയിൽ നടന്ന ഒരു ഗൂഢാലോചന, അതിന്റെ തലം ആ ലെവലിൽ എത്തി നിൽക്കുന്നു. അതുകൊണ്ട് തന്നെ CBI അന്വേഷണം ആവശ്യമാണ് എന്ന്, അതായത് 2014 CBI അന്വേഷണം ആവശ്യപ്പെട്ട് സംസ്ഥാന സർക്കാർ കേന്ദ്രത്തിന് കത്ത് നൽകിയിരുന്നു. ആ നൽകിയ കത്തിൽ ഈ ശങ്കർ റെഡ്ഡിയുടെ റിപ്പോർട്ടും ഉള്ളടക്കം ആയിട്ട് വെച്ചിരുന്നു. ആ റിപ്പോർട്ടിലാണ് കൃത്യമായി പറഞ്ഞിരിക്കുന്നത് ഫയാസ് ആണ് ഫണ്ടിങ് നടത്തിയത് എന്ന് സംശയിക്കേണ്ടിയിരിക്കുന്നു. അതുകൊണ്ടാണ് ആ ജയിലിൽ സന്ദർശിച്ചത്. മാത്രമല്ല, കൊലയ്ക്ക് മുമ്പും കൊലയ്ക്ക് ശേഷവുമുള്ള ഈ ക്രിമിനലുകളുടെ ഈ കുറ്റവാളികൾ എല്ലാ തരത്തിലും പണം നൽകി സഹായിച്ചത്, ഈ കൃത്യത്തിനായിട്ട് പണം നൽകി സഹായിച്ചത് ഫയാസ് ആണ് എന്ന് കൃത്യമായി ബോധ്യപ്പെട്ടിരിക്കുന്ന എന്ന തരത്തിലാണ് ശങ്കർ റെഡ്ഡി റിപ്പോർട്ട് നൽകിയത്. അതിന്റെ അടിസ്ഥാനത്തിൽ CBI അന്വേഷണം ആവശ്യപ്പെടുന്നു. പക്ഷേ 10 വർഷം കഴിഞ്ഞിട്ടും അതിലൊരു നടപടിയും ഉണ്ടായിട്ടില്ല. രമ അതിലും പരാതി പറയുന്നുണ്ട്. മാത്രമല്ല, ഹൈക്കോടതിയിലും ഒരു ഹർജി നൽകിയിട്ടുണ്ട് CBI അന്വേഷണം ആവശ്യപ്പെട്ട്. കാരണം ഗൂഢാലോചനയെ കുറിച്ച് അന്വേഷിക്കണം. നേരത്തെ തന്നെ ഞങ്ങളുടെ ഇന്റർവ്യൂവിൽ കൃത്യമായിട്ട് പറയുന്നുണ്ട്. അതായത് പിണറായി വിജയൻ അറിഞ്ഞുകൊണ്ടാണ്, P. ജയരാജൻ അറിഞ്ഞുകൊണ്ടാണ്, എളമരം കരീം അറിഞ്ഞുകൊണ്ടാണ്, P. മോഹനൻ കോഴിക്കോട് ജില്ലാ സെക്രട്ടറി അറിഞ്ഞുകൊണ്ടാണ് ഇങ്ങനെ ഒരു കൊലപാതകം നടന്നത് എന്ന് കൃത്യമായ തെളിവുകളുണ്ട്, ബോധ്യമുണ്ട്. അതുകൊണ്ട് അന്വേഷണം അവരിലേക്ക് എത്തിയിട്ടില്ല. CBI അന്വേഷണം വരികയാണെങ്കിൽ ഈ ഉന്നതതല ഗൂഢാലോചന പുറത്തു വരും. അതാണ് കാരണം CPM വിട്ടതാണ് ഈ കൊലയ്ക്ക് കാരണമെന്ന് പാർട്ടി കോടതി തന്നെ വിധിച്ച വധശിക്ഷ. അവരുടെ ഒരു ചുറ്റുപാടുകൾ അല്ലെങ്കിൽ ചിട്ടവട്ടങ്ങളൊക്കെ അങ്ങനെ തന്നെയാണല്ലോ. അങ്ങനെ തന്നെയാണ് ശ്രീ KK രമ, ഭാര്യ KK രമ കോടതിയിൽ 5ാം സാക്ഷിയായി മൊഴി നൽകിയത്. CPM വിട്ടതാണ് കൊലയ്ക്ക് കാരണം. ഈ ഇപ്പോൾ KK രമ മാത്രമല്ല, നമ്മുടെ ഈ മറുപടിയിൽ തുറന്നു പറയുന്ന മറ്റൊരു കാര്യമുണ്ട്, ഒരു ഭയപ്പാടോടെ പറയുന്നത്. CPM ൽ നിന്ന് പുറത്തുപോയ മനു തോമസ് എന്ന ചെറുപ്പക്കാരൻ പല വെളിപ്പെടുത്തലും നടത്തുന്നുണ്ട്. വീടിന് മുന്നിൽ ഇന്നോവ എത്തുമ്പോൾ 2012 മെയ് 4 രാത്രി 10:15 TPക്ക് സംഭവിച്ച അതേ ദുർവിധി മനു തോമസിനും ഉണ്ടാകുമോ? ഞാൻ തലേന്ന് കൂടി എന്ന് വെച്ചാൽ മറുപടിയിൽ സംസാരിക്കുന്നതിന് തലേന്ന് കൂടി ഞാൻ അങ്ങനെ തന്നെ ആലോചിച്ചു എന്നും KK രമ പറയുമ്പോൾ അത് എന്തൊരു അന്തരീക്ഷമാണ് എന്ന് ആലോചിക്കണം. ഈ പാർട്ടിയുടെ പല പ്രശ്നങ്ങളിലും മടുത്ത് പാർട്ടി വിട്ടുപോയവർക്ക് ഉണ്ടാകുന്ന ദുര്യോഗത്തെപ്പറ്റി അങ്ങനെ ആലോചിച്ചു പോകുന്നൊരു സാഹചര്യം, അതിനെക്കുറിച്ചാണ് നമ്മൾ ഒന്നുകൂടി ഗൗരവത്തോടെ ചിന്തിക്കേണ്ടതെന്ന് തോന്നുന്നു. തീർച്ചയായും ലക്ഷ്മി, അതായത് CPM കണ്ണൂർ ജില്ലാ കമ്മിറ്റി മുൻ അംഗം മനു തോമസും വളരെ ഗുരുതരമായിട്ടുള്ള വെളിപ്പെടുത്തലുകൾ നടത്തിയിട്ടുണ്ട്. അതായത് കണ്ണൂർ ജില്ലയിലെ പാർട്ടി നേതാക്കൾക്ക് ഈ സ്വർണ്ണക്കടത്ത് കൊട്ടേഷൻ സംഘങ്ങളുമായിട്ടുള്ള ബന്ധം അത് വെളിവാക്കുന്നു. അദ്ദേഹം
പറഞ്ഞ ഒരു പ്രധാനപ്പെട്ട കാര്യം, അതായത് ഈ പാർട്ടിയിൽ വിപ്ലവമല്ല വൈകിതങ്ങളാണ്. പിന്നെ ഒഞ്ചിയത്തും എടയന്നൂരിലും, ഒഞ്ചിയത്ത് ടി പി ചന്ദ്രശേഖരനെ കൊന്നു, അതുപോലെ എടയന്നൂരിൽ യൂത്ത് കോൺഗ്രസ് നേതാവ് ഷുഹൈബിനെ കൊന്നു. ഇവിടെ വിപ്ലവമല്ല നടന്നത്, പാർട്ടിയിലെ വൈകിതമാണ് നടന്നത് എന്ന് ഫേസ്ബുക്ക് പോസ്റ്റിൽ തുറന്ന് എഴുതിയിരിക്കുന്ന മനു തോമസ്. മനു തോമസിന് ഒരു പക്ഷേ ടി പി ചന്ദ്രശേഖരന്റെ വിധി ഉണ്ടാവുമെന്ന് കെ രമ സംശയിക്കുന്നു. അതുകൊണ്ടാണ് അവർ ആ ഇന്നോവ കാർ, മാഷാ അള്ളാ ഒട്ടിച്ച ഇന്നോവ കാർ ഒരുപക്ഷെ മനു തോമസിന്റെ വീട്ടിന് മുന്നിലും എത്തുമോ എന്ന് അവർ ഭയപ്പെടുന്നുണ്ട്. ഇത് നോക്കണം. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പൊ ഫയാസ് ഫണ്ട് ചെയ്തു എന്ന് പറയുന്നു ടി പി ചന്ദ്രശേഖരന്റെ കൊലപാതകത്തിന്. അപ്പൊ ഇപ്പോഴും ഈ സ്വർണ്ണക്കടത്ത് കൊട്ടേഷൻ സംഘങ്ങളുമായി പാർട്ടിക്കുള്ള ബന്ധമാണ് മനു തോമസ് പറഞ്ഞിരിക്കുന്നത്. ഇത് രണ്ടും ചേർത്ത് വായിക്കണം. പാർട്ടിക്ക് ഇപ്പോഴും ഇത്തരത്തിലുള്ള സ്രോതസ്സുകളിൽ നിന്നാണ് പണം വന്നുകൊണ്ടിരിക്കുന്നത്. സ്വർണം കടത്തി കിട്ടുന്ന പണം, അത് മാത്രമല്ല ഈ സ്വർണം കടത്തി കൊണ്ടുപോകുമ്പോൾ പൊട്ടിക്കുന്ന ആ ഗ്യാങ് ഉണ്ട്, അങ്ങനെ കിട്ടുന്ന പണം മാത്രമല്ല ഈ കൊട്ടേഷൻ സംഘങ്ങൾക്ക് ഫയാസിനെ പോലുള്ള സ്വർണ്ണക്കടത്തുകാർ നൽകുന്ന പണം. ഒരു കാരണവശാലും ഫയാസിനെ പോലുള്ള ഒരാൾ ജില്ലാ ജയിലിൽ CPM നേതാക്കന്മാരെ സന്ദർശിക്കാൻ പാടില്ലായിരുന്നു. പി മോഹനും ഒക്കെ ചേർന്ന് നിന്ന് സംസാരിക്കുന്നു. വളരെ ഹാപ്പിയാണ് മോഹനൻ. അപ്പൊ കൃത്യമായിട്ട് ഫണ്ടിങ് നടത്തിയത് ഫയാസിനെ പോലുള്ളവരാണ്. അത്തരക്കാർ ഇപ്പോഴും പാർട്ടിക്ക് പല കോണുകളിൽ നിന്നും സഹായം നൽകുന്നുണ്ട് എന്നാണ് മനു തോമസിന്റെ ഫേസ്ബുക്ക് പോസ്റ്റിൽ നിന്ന് വായിച്ചെടുക്കേണ്ടത്. അതെ, പാർട്ടിക്ക് വേണ്ടി കുത്താനും വെട്ടാനും നടക്കുന്നവർക്കും അതിന്മേൽ ഗൂഢാലോചന നടത്തുന്ന നേതാക്കൾക്കും ഒക്കെ ഈ ഒരു നിയമം ശിക്ഷ വിധിച്ച് അഴിക്കുള്ളിലായാൽ പോലും ഭയക്കാനില്ല. ഇത്തരത്തിൽ ആർക്ക് വേണമെങ്കിലും വന്ന് കാണാം, സംസാരിക്കാം, കാര്യങ്ങൾ കൈമാറാം, അവർക്ക് പുറത്തേക്ക് വേണമെങ്കിൽ സ്വതന്ത്രമായി പോകാം. അങ്ങനെയൊക്കെയാണ് നിയമത്തെ ഒട്ടും മര്യാദയില്ലാതെ അല്ലെങ്കിൽ ഒട്ടും ഭയമില്ലാതെ നടത്തുന്ന ചില കാര്യങ്ങൾ. അങ്ങനെയാണ് ഫയാസിന്റെ വരവ് കൂടി CCTV ക്യാമറയിൽ പതിഞ്ഞതും. എന്തായാലും അനിൽ നമ്പ്യാർ തുടരണേ. ഇപ്പോൾ ശ്രീ കെ രമ MLA തന്നെ, ശ്രീമതി കെ രമ MLA തന്നെ ഈ വിഷയത്തിൽ പ്രതികരിക്കാൻ ചേരുന്നുണ്ട്. ശ്രീമതി കെ രമ MLA, എന്തായാലും ഈ ഫയാസിന്റെ ഇതിലെ ഒരു പങ്ക് അത് കൃത്യമായി കേന്ദ്രത്തിന് സമർപ്പിച്ച റിപ്പോർട്ടിൽ ഈ സ്പെഷ്യൽ ഇൻവെസ്റ്റിഗേഷൻ ടീമിന്റെ കണ്ടെത്തൽ റിപ്പോർട്ടിൽ ഉണ്ടായിരുന്നു എന്നുള്ളതാണ്. ഈ ഫണ്ടിങ് നടത്തിയത് ഫയാസ് ആണ് എന്നുള്ളത് മാത്രമല്ല, മനു തോമസ് എന്ന ചെറുപ്പക്കാരനും ഇതേ വിധി, TPയുടെ വിധി ഉണ്ടാകുമെന്ന് ഭയപ്പെടുന്നതായും മറുപടിയിൽ പറഞ്ഞിരുന്നല്ലോ. അതെ, അത് 2014 സ്റ്റേറ്റ് ഗവൺമെന്റ് CBI അന്വേഷണത്തിന് വേണ്ടിയിട്ടുള്ള ഓർഡർ ഇറക്കിയത്. ആ ഓർഡറിൽ വളരെ കൃത്യമായിട്ട് ഈ ഫയാസിന്റെ പറയുന്നുണ്ട് അതിന്റെ പങ്ക്. അതിന്റെ ഫണ്ടിങ് ഏജന്റ് ഫയാസ് ആണ് എന്നുള്ളതാണ് അതിനകത്ത് പറഞ്ഞിരിക്കുന്നത്. ഫയാസിന്റെ കാര്യം ആ സമയത്ത് നമ്മളെല്ലാം ചർച്ച ചെയ്തതാണ്. TP കേസിലെ ഈ പ്രതികൾ പി മോഹനൻ ജയിലിലായിരിക്കുന്ന സമയത്ത് ജയിലിൽ പോയി കാണുകയും മോഹനെ കാണുകയും ഒക്കെ ചെയ്തപ്പോൾ തന്നെ എന്താണ് ഈ ഫയാസ് ഉൾപ്പെടെയുള്ള ആളുകളുമായിട്ട് ഈ CPM നേതാക്കന്മാർക്കുള്ള ബന്ധം, ആ കേസിൽ ഇതുമായി ബന്ധപ്പെട്ടിട്ട് എങ്ങനെയാണ് അവരുടെ പങ്കാളിത്തം എന്നതിനെ സംബന്ധിച്ചൊക്കെ ആ സമയങ്ങളിൽ വളരെ ചർച്ച ചെയ്തതാണ്. അപ്പൊ ഇതിനകത്തൊക്കെ ഇവരൊക്കെയുള്ള പങ്ക് വ്യക്തമാക്കുന്നതാണ്. അതിനാണ് ഒരു CBI അന്വേഷണം ആവശ്യപ്പെട്ടത്. CBI അന്വേഷണമൊക്കെ വരികയാണെങ്കിൽ ഇതൊക്കെ ഇനിയും കൂടുതൽ തെളിഞ്ഞു വരും എന്ന കാര്യത്തിൽ ഒരു സംശയവുമില്ല. ശ്രീമതി കെ ഒറ്റ കാര്യം കൂടി, ഒരു മീറ്റിംഗിന് കയറാൻ നിൽക്കുകയാണ്, സമയമില്ല എന്നറിയാം. എങ്കിലും ഒരു കാര്യം കൂടി, ഈ CBI അന്വേഷണം എന്ന ആവശ്യം ഇനിയും കൂടുതൽ ശക്തമാക്കും എന്നുള്ളത് തന്നെയല്ലേ നിലപാട്? തീർച്ചയായിട്ടും. ഞാനത് ഹൈക്കോടതിയിലാണ് ഇപ്പോൾ ഉള്ളത്. ഹൈക്കോടതിയുടെ കാര്യത്തിലുണ്ട്. അതുപോലെ തന്നെ കേന്ദ്ര ഗവൺമെന്റിനെ വീണ്ടും സമീപിച്ചുകൊണ്ട് ഇത് മുന്നോട്ട് പോകാൻ എന്തെങ്കിലും സാധ്യതയുണ്ടോ എന്നുള്ള കാര്യം കൂടി ആരായും. ആ ശ്രമം കൂടി നടത്തും. അതിൽ നിന്നും ഒട്ടും പുറകോട്ടില്ല. കാരണം ഇത് ഇപ്പൊ കൊല്ലിച്ചവരെ മാത്രമേ കിട്ടിയിട്ടുള്ളൂ, കൊന്നവരെ മാത്രമേ കിട്ടിയിട്ടുള്ളൂ. കൊല്ലിച്ചവരെ കൂടി കിട്ടണം. ഇതിന്റെ മാസ്റ്റർ ബ്രെയിൻ, ആ മാസ്റ്റർ ബ്രെയിൻ ഇപ്പോഴും നിയമത്തിന് മുന്നിൽ വരാതിരിക്കുകയാണ്. അതാണ് വെളിച്ചത്ത് കൊണ്ടുവരേണ്ടത്. നമ്മുടെ നാട്ടിൽ ഇതുപോലെ നിർഭയമായി രാഷ്ട്രീയം പറയുന്ന, സത്യങ്ങൾ വിളിച്ചു പറയുന്ന, അനീതിയെ എതിർക്കുന്ന ആളുകളൊക്കെ ഇതുപോലെ വധിക്കപ്പെടുന്ന ഒരു സാഹചര്യം ഉണ്ടാവുക എന്ന് പറയുന്നത് പ്രശ്നമാണ്. അപ്പൊ എല്ലാവരും ഉണ്ട്. അപ്പൊ ഇതുപോലെ പലരും തുറന്നു പറയുമ്പോൾ അതാണ് ഞാൻ മനുവിന്റെ ഒക്കെ കാര്യം പറയാൻ, മനുവിനൊക്കെ എന്താണ് എന്നുള്ളതിനെ സംബന്ധിച്ച് ആശങ്കയുണ്ട് എന്ന കാര്യം സൂചിപ്പിക്കാനും കാരണം ചന്ദ്രശേഖരൻ ഇങ്ങനെയാണ്, ഇതേപോലെ സത്യങ്ങൾ വിളിച്ചു പറഞ്ഞതാണ്, അതിന്റെ പേരിൽ ഒരു പാർട്ടി ഉണ്ടാക്കിയതാണ്. പാർട്ടി പ്രവർത്തനവുമായി മുന്നോട്ട് പോകുന്ന സമയത്താണ് ചന്ദ്രശേഖരനെ ഇല്ലാതാക്കിയത്. അപ്പൊ ഈ അനുഭവം ഇനി മറ്റൊരാൾക്ക് ഉണ്ടാവാതിരിക്കണമെങ്കിൽ ഇതിന്റെ എല്ലാ ആളുകളും നിയമത്തിന് മുന്നിൽ കൊണ്ടുവരും, ഇത് അവസാനിപ്പിക്കുകയും വേണം എന്നതാണ്. ആ രാഷ്ട്രീയ കൊലപാതകം തന്നെ നമ്മുടെ മണ്ണിൽ ഏത് രാഷ്ട്രീയ പാർട്ടി നടത്തിയാലും അത് ഒരു മനുഷ്യനെയും ആർക്കും കൊല്ലാനുള്ള അവകാശമില്ല, ആർക്കും ആരുടെയും ജീവൻ എടുക്കാൻ അവകാശമില്ല. അത് ഉണ്ടാവരുത്. എല്ലാവർക്കും നിർഭയമായി ഇവിടെ ജീവിക്കാൻ സാധിക്കണം, നിർഭയമായി അഭിപ്രായം പറയാൻ കഴിയണം, നിർഭയമായി രാഷ്ട്രീയ പ്രവർത്തനം നടത്താൻ സാധിക്കണം. അതിനുവേണ്ടിയുള്ള പോരാട്ടമാണ് സത്യത്തിൽ നടക്കുന്നത്. വളരെയധികം നന്ദി. ഈ വിഷയത്തിൽ ഒന്നുകൂടി പ്രതികരിച്ചതിന് ജനം TV ഇപ്പോൾ അനിൽ നമ്പ്യാർ തുടരുന്നുണ്ട്. അനിൽ നമ്പ്യാർ
തൊഴിലാളി വർഗ പാർട്ടിയാണ്. പക്ഷേ ഫണ്ടിങ് നടത്തുന്നത് അത്രയും ഇതുപോലുള്ള വലിയ തോക്കുകളാണ്. സ്വർണ്ണക്കടത്തും ഒക്കെ ആയിട്ടാണ് പാർട്ടിക്ക് വരുമാനം വരുന്നത്. അതിലൊക്കെ മനമെടുത്ത് പാർട്ടി വിട്ട TPക്ക് ഉണ്ടായ വിധി മനുവും അത് തുറന്നു പറയുന്നു. മനുവിനും ഉണ്ടാകുമോ എന്നുള്ള ഒരു ഭയം പ്രകടിപ്പിക്കുന്ന ഒരു സാഹചര്യം. എന്തായാലും ഈ CBI അന്വേഷണം എന്നുള്ള ആവശ്യം അതിൽ നിന്ന് ഒട്ടും പുറകോട്ടില്ല, ഒന്നുകൂടി ശക്തമാക്കുമെന്ന് തന്നെയാണ് KK രമ ഒരിക്കൽ കൂടി അത് ആവർത്തിച്ചത്. അങ്ങനെ ലക്ഷ്മി, 2014 തന്നെ സംസ്ഥാന സർക്കാർ, അന്ന് UDF സർക്കാരാണ് ഭരിച്ചുകൊണ്ടിരുന്നത്, സംസ്ഥാന സർക്കാർ അന്ന് തന്നെ CBI അന്വേഷണം ആവശ്യപ്പെട്ട് കേന്ദ്രത്തിന് കത്ത് അയച്ചിരുന്നു. പക്ഷെ അതില് നടപടിയൊന്നും ഉണ്ടായിട്ടില്ല. എന്തുകൊണ്ട് CBI അന്വേഷണം? ആ കാരണങ്ങൾ ആണ് കൃത്യമായിട്ട് ഈ ഫയാസിന്റെ ഇടപെടൽ ഉൾപ്പെടെയുള്ള കാരണങ്ങൾ അക്കമിട്ട് നിരത്തുന്നുണ്ട് N. ശങ്കർ റെഡ്ഡി. അപ്പോ അത് സംസ്ഥാനത്തിന് പുറത്ത് ഗൂഢാലോചന നടന്നു, രാജ്യത്തിന് വെളിയിൽ ഗൂഢാലോചന നടന്നു, അതുകൊണ്ട് അന്വേഷിക്കാൻ CBI തന്നെ വേണം എന്നാണ് അദ്ദേഹം അതിൽ ഊന്നി പറയുന്നത്. നോക്കൂ, മറ്റൊരു കാര്യം, ഈ കൊലയാളികൾക്കൊക്കെ അവർക്ക് ഉള്ള അവരുടെ ആ പ്രതിഫലം അത് വലിയ തുകയാണ്. അത് നൽകിയത് ഇതുപോലെ ഫയാസിനെ പോലെ മറ്റു ചില ശക്തികളും ഉണ്ടായിരിക്കാം ഒരുപക്ഷെ. ആ ഫണ്ടിൽ നിന്നാണ് എടുത്ത് പണം കൊടുത്തിരിക്കുന്നത്. അതെ, കൊന്നവരെ പിടിയിലായിട്ടുള്ളൂ. കൊല്ലിച്ചവരിനെ പിടിയിലാണ്. ആ മാസ്റ്റർ ബ്രെയിൻ എന്ന് KK രമ പറയുമ്പോൾ അതാരാണ് എന്നുള്ളതാണ്. അത് കൃത്യമായിട്ട് പറയുന്നുണ്ട് ലക്ഷ്മി, അത് കൃത്യമായിട്ട് പറയുന്നുണ്ട്. അതായത് പിണറായി വിജയൻ, P. ജയരാജൻ, എളമരം കരീം, P. മോഹനൻ ഇതുപോലുള്ളവർക്കൊക്കെ ഈ കൊലപാതകത്തിൽ കൃത്യമായിട്ടുള്ള പങ്കുണ്ട്. പക്ഷേ അന്വേഷണം നമുക്കറിയാം P. മോഹനൻ വരെ എത്തിയുള്ളൂ. അതിനുശേഷം അന്വേഷണം മുന്നോട്ട് പോയില്ല. അവിടെയാണ് CBIയുടെ സാന്നിധ്യം രമ ആഗ്രഹിക്കുന്നത്, RMP നേതാക്കൾ ആഗ്രഹിക്കുന്നത്. CBI വരികയാണെങ്കിൽ ഈ കൊലപാതകത്തിന്റെ മാസ്റ്റർ ബ്രെയിൻ, ഗൂഢാലോചന നടത്തിയവർ, അത് കൃത്യമായിട്ട് പുറത്തു കൊണ്ടുവരാൻ CBI അന്വേഷണത്തിലൂടെ സാധിക്കുമെന്ന ആത്മവിശ്വാസമാണ് രമ പുലർത്തുന്നത്. അതിനായിട്ടാണ് ഇപ്പോൾ ഹൈക്കോടതിയിൽ ഒരു ഹർജി നിലനിൽക്കുന്നുണ്ട്. ആ ഹർജിയിൽ, അതായത് ഉന്നതതല ഗൂഢാലോചനയെ കുറിച്ച് അന്വേഷിക്കാനുള്ള അന്വേഷണം ആവശ്യപ്പെട്ടുള്ള ആ ഹർജിയിൽ ഒരു തീരുമാനം ഉണ്ടാകുമെന്ന് ശുഭപ്രതീക്ഷ അവർ വെച്ചു പുലർത്തും. അതോടൊപ്പം ഇപ്പോൾ കേന്ദ്ര സഹമന്ത്രിയായിട്ടുള്ള സുരേഷ് ഗോപിയെ കാണും എന്നുകൂടി രമ പറയുന്നുണ്ട്. അതായത് ഈ 2014 CBI അന്വേഷണം ആവശ്യപ്പെട്ട് കൊടുത്ത് നൽകിയ ഒരു ഹർജി ഉണ്ടല്ലോ, അന്നത്തെ ADGP നൽകിയ റിപ്പോർട്ട്, ആ റിപ്പോർട്ടിൽ ഒരു നടപടി കേന്ദ്ര സർക്കാരിന്റെ ഭാഗത്തുനിന്നുണ്ടാകാൻ അതിൽ സുരേഷ് ഗോപി സമ്മർദ്ദം ചെലുത്തണമെന്ന് ആവശ്യപ്പെട്ട് അദ്ദേഹത്തെ കാണാനും രമ ശ്രമിക്കുന്നുണ്ട്. എല്ലാം ഒത്തുവരികയാണെങ്കിൽ, CBI അന്വേഷണം വരികയാണെങ്കിൽ ഈ പാർട്ടിയെ ബാധിച്ചിരിക്കുന്ന അല്ലെങ്കിൽ പാർട്ടിക്ക് ഉണ്ടായിരിക്കുന്ന ഈ അധപ്പതനം, ഈ ഒരു ധാർമ്മിക മൂല്യങ്ങളും അത് പോകുന്ന പാർട്ടി, ഇതിനൊക്കെ പ്രത്യേകിച്ച് മനു തോമസിനെ പോലുള്ളവരുടെ വെളിപ്പെടുത്തലിന്റെ പശ്ചാത്തലത്തിൽ കൂടി ഒരുപക്ഷെ അന്വേഷണം വരികയാണെങ്കിൽ ഇതിനൊക്കെ ഒരു തടയിടാൻ സാധിക്കും എന്ന് തന്നെയാണ് രമയെ പോലെ പാർട്ടി ഇപ്പോഴും സ്നേഹിക്കുന്ന രമയെ പോലുള്ളവർ വിശ്വസിക്കുന്നത്. TPയെ കൊല്ലാൻ ഫണ്ടിംഗ് നടത്തിയത് ഫയാസ് ആണെന്ന് അന്ന് സ്പെഷ്യൽ ഇൻവെസ്റ്റിഗേഷൻ ടീം കണ്ടെത്തിയിരുന്നു. ആ കണ്ടെത്തലിനെക്കുറിച്ച് ആദ്യമായി വെളിപ്പെടുത്തൽ നടത്തിയത് ഞങ്ങളുടെ പ്രോഗ്രാം ഹെഡ് അനിൽ നമ്പ്യാർ KK രമയുമായി നടത്തിയ അഭിമുഖത്തിലാണ്. മറുപടിയിലാണ് ഈ ഒരു വെളിപ്പെടുത്തൽ KK രമ നടത്തിയത്. KK രമയുമായുള്ള അഭിമുഖത്തിന്റെ പൂർണ്ണരൂപം ഇന്ന് രാത്രി 9:30 ജനം TVയിൽ സംപ്രേഷണം ചെയ്യും. അനിൽ നമ്പ്യാറാണ് കൂടുതൽ വിവരങ്ങൾ നൽകിക്കൊണ്ട് KK രമ വീണ്ടും പ്രതികരിച്ചിരുന്നു. ഒരിക്കൽ കൂടി നന്ദി.